ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന 4th മൊഡ്യൂളിലത്തെ ഒരു ടോപ്പിക്കാണ്. സ്കെയിലിംഗ് പ്രോബ്ലംസ് ആൻഡ് ടെക്നിക്സ്. ഫസ്റ്റ്, മെഷർമെൻറ്റ് സ്കെയിൽസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽസ് ആർ നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. അപ്പോൾ 4 ടൈപ്സ് സ്കെയിൽസ് ആണുള്ളത്: നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ. ഇതിലത്തെ ഫസ്റ്റ് വൺ നോമിനൽ സ്കെയിൽ. Nominal scale is simply a system of assigning numbers, symbols to events in order to label them. Nominal scales provides convenient ways of keeping track of people, objects, and events. Nominal scale is the least powerful level of measurement. It indicates no order or distance relationship and has no arithmetic origin. A nominal scale simply describes differences between things by assigning them to categories. ഫസ്റ്റിൽ എന്താ പറയുക നോക്കാം. ഇത് നമ്പർ സിമ്പിൾസിനെ ലേബൽ ചെയ്യാനും അസൈൻ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ സിസ്റ്റമാണ്. ഈ നോമിനൽ സ്കെയിൽ ഉപയോഗിച്ച് പീപ്പിൾ, ഒബ്ജക്ട്സ്, ഈവൻസിനെ സൗകര്യപ്രദമായി ട്രാക്ക് ചെയ്യാൻ കഴിയും. ഇതൊരു ലീസ്റ്റ് പവർഫുൾ ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. ഈ സ്കെയിൽ ഓർഡറിനെയോ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെയോ അരിത്തമെറ്റിക് ഒറിജിനെയോ അല്ല സൂചിപ്പിക്കുന്നത്. ഇനി സെക്കൻഡ്, ഓർഡിനൽ സ്കെയിൽ. ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ദ ഓർഡേർഡ് സ്കെയിൽ ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഈസ് ദ ഓർഡിനൽ സ്കെയിൽ. ദ ഓർഡിനൽ സ്കെയിൽ places events in order, but there is no attempt to make the intervals of the scale equal in terms of some rule. Rank orders represents ordinal scales and are frequently used in research relating to qualitative phenomena. A student's rank in his graduation class involves the use of an ordinal scale. ഓർഡിനൽ സ്കെയിലിൻ്റെ ഓർഡേർഡ് സ്കെയിലിൻ്റെ ലോവസ്റ്റ് ലെവൽ ഓർഡിനൽ സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. ഇവൻസിനെ ഓർഡറിനെ ആയിട്ടാണ് ഇവൻസ് ഇൻ ഓർഡറിനെയാണ് ഓർഡിനൽ സ്കെയിൽ പ്ലേസ് ചെയ്യുന്നത്. റാങ്ക് ഓർഡേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓർഡിനൽ സ്കെയിൽസിനെയും ക്വാളിറ്റേറ്റീവ് ഫിനോമിനയിലുള്ള റിസർച്ചിനെയും ഫ്രീക്വൻ്റായി യൂസ് ചെയ്യുന്നു. ഓർഡിനൽ സ്കെയിലിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗ്രാജുവേഷൻ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ റാങ്ക്. നെക്സ്റ്റ്, തേർഡ് വൺ, ഇൻ്റർവൽ സ്കെയിൽ. ഇൻ ദ കേസ് ഓഫ് ഇൻ്റർവൽ സ്കെയിൽ, ദ ഇൻ്റർവൽസ് ആർ അഡ്ജസ്റ്റഡ് ഇൻ ടേംസ് ഓഫ് സം റൂൾ ദാറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ബേസിസ് ഫോർ മേക്കിംഗ് ദ യൂണിറ്റ്സ് ഈക്വൽ. The units are equal only in so far as one accepts the assumptions on which the rule is based. Interval scales provide more powerful measurement than ordinal scales. For interval scale also incorporates the concept of equality of interval. As such, more powerful statistical measures can be used with the interval scales. Mean is the appropriate measure of central tendency, while standard deviation is the most widely used measure of dispersion. ഇതിൽ പറയുന്നത് ഇൻ്റർവൽ സ്കെയിൽസിൽ കുറച്ച് റൂൾസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇത് യൂണിറ്റ്സിനെ ഈക്വൽ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. റൂളിൻ്റെ ബേസിൽ അസംഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും മാത്രമാണ് യൂണിറ്റ്സ് ഈക്വലാണ് എന്ന് പറയുന്നത്. ഓർഡിനൽ സ്കെയിലിനേക്കാളും ഈ ഇൻ്റർവൽ സ്കെയിൽ ആണ് മോർ പവർഫുൾ മെഷർമെൻറ്റ്. ഇതുപോലെയുള്ള കൂടുതൽ പവർഫുൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഇൻ്റർവൽ സ്കെയിലിൽ ഉപയോഗിക്കുന്നു. ലാസ്റ്റത്തെ സ്കെയിൽ റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽസ് ഹാവ് ആൻ അബ്സല്യൂട്ട് ഓർ ട്രൂ സീറോ ഓഫ് മെഷർമെൻറ്റ്. ദ ടേം അബ്സല്യൂട്ട് സീറോ ഈസ് നോട്ട് ആസ് പ്രിസൈസ് as it was once believed to be. Ratio scale represents the actual amounts of variables. Measures of physical dimensions such as weight, height, distance, etc. are examples. Generally, all statistical techniques are usable with ratio scales, and all manipulations that one can carry out with real numbers can also be carried out with ratio scale values. ഈ റേഷ്യോ സ്കെയിൽ
എന്നത് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ്. ആക്ച്വൽ എമൗണ്ട്സ് ഓഫ് വേരിയബിൾസിനെയാണ് റേഷ്യോ സ്കെയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഫിസിക്കൽ ഡയമെൻഷൻസ് സച്ച് എസ് വെയ്റ്റ്, ഹൈറ്റ്, ഡിസ്റ്റൻസ് എക്സെട്ര. ജനറലി ഓൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് റേഷ്യോ സ്കെയിലിൽ ഉപയോഗിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്കെയിലിംഗ് എന്താണെന്ന് നോക്കാം. Scaling describes the procedures of assigning numbers to various degrees of opinion, attitude, and other concepts. This can be done in two ways. First one, making a judgment about some characteristics of an individual and then placing him directly on a scale that has been defined in terms of that characteristics. And second, constructing questionnaires in such a way that the score of individual's response assigns him a place on a scale. It may be stated here that a scale is a continuum consisting of the highest point in terms of some characteristics, example, preference, favorableness, etc., and the lowest point along with several intermediate points between these two extreme points. സ്കെയിലിംഗ് പറയുന്നത് വേരിയസ് ഡിഗ്രീസ് ഓഫ് ഒപ്പീനിയൻ, ആറ്റിറ്റ്യൂഡ് പോലെയുള്ള കൺസെപ്റ്റ്സിനെ അസൈൻ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇത് 2 വേസിൽ ചെയ്യാം. ഫസ്റ്റ് വൺ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കാം. പിന്നെ ആ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റായി സ്കെയിൽ പ്ലേസ് ചെയ്യാം. സെക്കൻഡ് വേ പറയുന്നത് ക്വസ്റ്റ്യനേഴ്സ് ഉപയോഗിച്ച് ഇൻഡിവിജ്വൽസിൻ്റെ റെസ്പോൺസ് സ്കോർ ചെയ്ത് സ്കെയിൽ പ്ലേസ് ചെയ്യുക. ഒരു സ്കെയിൽ എന്നത് കണ്ടിന്യൂസ് ആയിരിക്കും, ഓൾസോ കൺസിസ്റ്റിംഗ് ദ ഹയസ്റ്റ് പോയിൻ്റ്, എക്സാമ്പിൾ പ്രിഫറൻസ്, ഫേവറബിൾനെസ് എക്സെട്ര, ആൻഡ് ലോവസ്റ്റ് പോയിൻ്റ്. അക്കോർഡിംഗ് ടു ബെർണാഡ് എസ് ഫിലിപ്സ്, scaling has been defined as a procedure for the assignment of numbers or other symbols to a property of objects in order to impart some of the characteristics of numbers into the properties in question. Then important ആയിട്ടുള്ള സ്കെയിലിംഗ് ടെക്നിക്സ് നോക്കാം. ഇതിലത്തെ ഫസ്റ്റ് വൺ, ആർബിട്രറി സ്കെയിൽസ്. ആർബിട്രറി സ്കെയിൽസ് ആർ ഡെവലപ്ഡ് ഓൺ അഡ്ഹോക് basis and are designed largely through the researchers on subjective selection of items. The chief merit of such scales is that they can be developed very easily, quickly, and with relatively less expense. They can also be designed to be highly specific and adequate. Because of these benefits, such scales are widely used in practice. At the same time, there are some limitations of these scales. ആർബിട്രറി സ്കെയില് റിസർച്ചേഴ്സിൻ്റെ സ്വന്തം സബ്ജക്റ്റീവ് സെലക്ഷൻ ഓഫ് ഐറ്റംസിന് വേണ്ടിയാണ് കൂടുതലായും ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇതിൽ റിസർച്ചർ ഫസ്റ്റ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഐറ്റംസ് കളക്ട് ചെയ്യും. അപ്രോപ്രിയേറ്റ് ആയ ടോപ്പിക്കാണ് എന്നാണ് അവർ ബിലീവ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ മെറിറ്റ് എന്നത് ഈസിയായി ഡെവലപ്പ് ചെയ്യും എന്നതാണ്. ദെൻ ക്വിക്ക്ലി ആൻഡ് റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസ് ആൻഡ് ഓൾസോ ഹൈലി സ്പെസിഫിക് ആൻഡ് ആഡ്യൂക്കേറ്റ്. അതുകൊണ്ട് തന്നെ ഈ സ്കെയില് വൈഡ്ലി ആയി യൂസ് ചെയ്യുന്നു. ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻസ്. സെക്കൻഡ് വണ്, ഡിഫറൻഷ്യൽ സ്കെയിൽസ്. Differential scales, which have been developed using consciousness scale approach. Under such an approach, the selection of items is made by a panel of judges who evaluate the items in terms of whether they are relevant to the topic area and unambiguous in implication. After developing the scale as stated above, the response are asked during the administration of the scale to check the statements with which they agree. This method has been widely used for developing differential scales, which are utilized to measure attitudes towards varied issues like war,
etc. കൺസെൻസസ് സ്കെയിൽ അപ്രോച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് ഡിഫറൻഷ്യൽ സ്കെയിൽ. ഈ അപ്രോച്ചിൽ പാനൽസ് ഓഫ് ജഡ്ജസ് ആണ് ഐറ്റംസ് സെലക്ട് ചെയ്യുന്നത് ത്രൂ ദ ഇവാലുവേഷൻ ഓഫ് ഐറ്റംസ്. സ്കെയിൽ ഡെവലപ്പിന് ശേഷം അഡ്മിനിസ്ട്രേഷൻ്റെ ടൈമിൽ റെസ്പോൺസ് ആസ്ക്ഡ് ആൻഡ് ചെക്ക് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ദ എഗ്രി. ദിസ് മെത്തേഡ് വാസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഡിഫറൻഷ്യൽ സ്കെയിൽസ്. ഇത് മെഷർ ആറ്റിറ്റ്യൂഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ദിസ് വാസ് യൂസ്ഡ് ഫോർ വാലിഡ് ഇഷ്യൂസ് ലൈക്ക് വാർ, റിലീജിയസ് എക്സെട്ര. ഇറ്റ് ഹാസ് സം വീക്ക്നെസ് ഓൾസോ. നെക്സ്റ്റ് തേർഡ് വരുന്നത് സമ്മേറ്റീവ് സ്കെയിൽസ്. സമ്മേറ്റീവ് സ്കെയിൽസ് ആർ ഡെവലപ്ഡ് ബൈ യൂട്ടിലൈസിങ് ദ ഐറ്റം അനലൈസിസ് approach wherein a particular item is evaluated on the basis of how well it discriminates between those persons whose total score is high and those whose score is low. Those items or statements that best meet this sort of discrimination test are included in the final instrument. Thus, summative scales consist of a number of statements which express either a favorable or unfavorable attitude towards the given object to which the response is asked to react. ഐറ്റംസിൻ്റെ അനലൈസിസ് അപ്രോച്ച് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് സൊമാറ്റോ സ്കെയിൽസ് ഡെവലപ്പ് ചെയ്തത്. ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ഐറ്റം എങ്ങനെയാണ് പേഴ്സൺസിന് ഇടയിൽ ഡിസ്ക്രിമിനേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓൾസോ ബേസ്ഡ് ഓൺ ഹൂസ് ടോട്ടൽ സ്കോർ ഈസ് ഹയർ ഓർ ലോവർ. ഇത്തരത്തിലുള്ള ഐറ്റംസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫൈനൽ ഇൻസ്ട്രുമെൻറ്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷന് ടെസ്റ്റ് ചെയ്തു. സൊമാറ്റഡ് സ്കെയിൽസിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് അത് ചിലപ്പോൾ ഫേവറബിൾ ഓർ അൺഫേവറബിൾ ആയിട്ടുള്ള റെസ്പോൺസിൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ വെൻ ആസ്ക്ഡ് ടു എക്സ്പ്രസ് ഒപ്പീനിയൻ വെദർ വൺ കൺസിഡേഴ്സ് ഹിസ് ജോബ് ക്വിറ്റ് പ്ലസൻറ്റ്, ദ റെസ്പോണ്ട് may respond in any one of the following way: strongly agree, undecided, disagree, strongly disagree. Fourth one, cumulative scales. Cumulative scales is scaleogram analysis. Like other scales, consists of series of statements to which a response express his agreement or disagreement. The special feature of this type of scale is that statements in it form a cumulative series. Cumulative scale എന്നത് scaleogram analysis ആണ്. Scaleogram analysis is a method developed for evaluating statements or items in a measurement. This series of സ്റ്റേറ്റ്മെൻറ്റിൽ റെസ്പോൺസിൻ്റെ എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മെയിൻ ഫീച്ചർ എന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു ക്യുമുലേറ്റീവ് സീരീസ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ഫാക്ടർ സ്കെയിൽസ്. ഫാക്ടർ സ്കെയിൽസ് ആർ ഡെവലപ്ഡ് ത്രൂ ഫാക്ടർ അനലൈസിസ് ഓർ ഓൺ ദ ബേസിസ് ഓഫ് ഇന്റർ കോറിലേഷൻ ഓഫ് ഐറ്റംസ് വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് എ കോമൺ ഫാക്ടർ അക്കൗണ്ട്സ് ഫോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐറ്റംസ്. ഫാക്ടർ സ്കെയിൽസ് ആർ പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ uncovering latent attitude dimensions and approach scaling through the concept of multi-dimension attitude space. ഫാക്ടർ സ്കെയിൽ പറയുന്നത് ഫാക്ടർ അനലൈസിലൂടെയാണ് ഫാക്ടർ സ്കെയിൽസ് ഡെവലപ്പ് ചെയ്തത്. അല്ലെങ്കിൽ ഐറ്റംസിൻ്റെ ഇൻ്റർ കോറിലേഷൻ ഐറ്റത്തിൻ്റെ റിലേഷൻഷിപ്പിൽ നിന്ന് കോമൺ ഫാക്ടർ അക്കൗണ്ട് ചെയ്യുന്നു. ഫാക്ടർ സ്കെയിൽസ് പെർട്ടിക്കുലറായി യൂസ്ഫുൾ ഫോർ മൾട്ടിപ്പിൾ ഡയമെൻഷൻ ആറ്റിറ്റ്യൂഡ് സ്പേസ്. ലാസ്റ്റ് വൺ ആണ് മൾട്ടി ഡയമെൻഷണൽ സ്കെയിലിംഗ്. മൾട്ടി ഡയമെൻഷണൽ സ്കെയിലിംഗ് is relatively more complicated scaling device, but with this sort of scaling one can scale objects, individuals, or both with a minimum of information. It provides useful methodology for
portraying subjective judgments of diverse kinds. Multi-dimensional scaling is used when all the variables in a study are to be analyzed simultaneously and all such variables happen to be independent. മൾട്ടി ഡയമെൻഷൻ സ്കെയിലിംഗ് പറയുന്നത് മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ സ്കെയിലിംഗ് ഡിവൈസാണിത്. ഇതിൽ ഒബ്ജക്ട്സ്, ഇൻഡിവിജ്വൽസ് ഓർ ബോത്ത് വിത്ത് എ മിനിമം ഓഫ് ഇൻഫർമേഷനൊക്കെ സ്കെയിൽ ചെയ്യുന്നുണ്ട്. It also provides useful methodology for portraying subjective judgment of the kinds. Okay, thank you.